യാതൊരു മനുഷ്യനും തൻ്റെ സ്വന്തം പരിശ്രമത്താൽ ദൈവത്തിങ്കിലേക്ക് ചെല്ലുക സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം ക്രിസ്തു മാർഗത്തിൻ്റെ മാത്രം പഠിപ്പീരാകുന്നു. മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ സദാചാരങ്ങൾ കൊണ്ടോ മതകർമ്മങ്ങൾ കൊണ്ടോ പാപക്ഷമയോ ആത്മരക്ഷയോ സ്വർഗമോ പ്രാപിക്കുക സാധ്യമല്ല എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു. സത്യതയുമായ ക്രിസ്തു മാത്രമാണ് മനുഷ്യവർഗത്തിൻ്റെ പാപക്ഷമയ്ക്കും രക്ഷയ്ക്കുമായി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവൻ. അവൻ നമ്മെ ഓരോരുത്തരെയും ആ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ മതിയായവനാണ്. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന വിഷയമാകുന്നു വീണ്ടെടുപ്പ് എന്നുള്ളത്. ക്രിസ്തുവിലൂടെയുള്ള മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് മറ്റാരാലും സാധിക്കാത്ത സംഗതിയാകുന്നു. വീണ്ടെടുപ്പിൻ്റെ നിഴലായിരിക്കുന്ന വിഷയങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അതിൻ്റെ പൂർത്തീകരണത്തിനായി സകല സൃഷ്ടിയും ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നുവെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. കാരണം ദൈവത്തിൻ്റെ സകല പ്രവർത്തികൾക്കും വീണ്ടെടുപ്പിലൂടെയുള്ള യഥാസ്ഥാപനമുണ്ടാകും. യെശയ്യാപ്രവചനം 52 അധ്യായത്തിലൂടെ ഇന്ന് നമുക്ക് കടന്നു പോകാം. പല നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ എഴുതപ്പെട്ടിട്ടും പൂർണ്ണമായി യോജിച്ചു പോകുന്ന 2 പുരാതന പുസ്തകങ്ങളുള്ളതാണ് വിശുദ്ധ ബൈബിൾ. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരം. എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് പഴയ നിയമം നമ്മോട് പറയുമ്പോൾ, പുതിയ നിയമം അത് സംഭവിച്ചതിൻ്റെ ചരിത്രരേഖ നമുക്ക് നൽകുന്നു. ലോകത്തിൽ മറ്റെങ്ങും കാണാത്ത ഒരു വസ്തുത അതത്രേ. ബൈബിൾ ദൈവവചനമാകുന്നു എന്നുള്ളതിൻ്റെ ശക്തമായ ഒരു തെളിവത്രേ അത്. കാരണം സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് ദൈവത്തിന് മാത്രമല്ലേ അറിയൂ. ബൈബിളിൻ്റെ ദൈവനിശ്വാസ്യതയുടെ ഏറ്റവും വലിയ തെളിവാണ് ബൈബിളിലെ പ്രവചനങ്ങൾ. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാകുന്നു യെശയ്യാപ്രവചനം 52 53 അധ്യായങ്ങൾ. പ്രവാചകൻ പ്രവചിച്ച് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത്. യെശയ്യാപ്രവചനം 53 അധ്യായത്തെ 5-ാമത്തെ സുവിശേഷം എന്ന് വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് 1-ാമത്തെ സുവിശേഷമാകുന്നു. കാരണം സുവിശേഷത്തിൻ്റെ ഘടകങ്ങളായ ക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, മഹത്വപ്പെടൽ, അങ്ങനെ എല്ലാം ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. ആരോ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് എഴുതിയതാണ് യെശയ്യാപ്രവചനം 53 അധ്യായം എന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നും. സംഭവിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ പ്രവചനം പോലെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ കൃത്യവും വ്യക്തവും ആഴമേറിയതുമായി വിവരിക്കുന്ന ഒരു പുതിയ നിയമഭാഗം പോലും ഇല്ല എന്നത് അത്ഭുതമാണ്. 53 അധ്യായത്തോട് അടുക്കുമ്പോൾ യഹോവയുടെ ദാസൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. യെശയ്യാപ്രവചനം 51 അധ്യായത്തിൽ ഉണരുക ഉണരുക എന്ന മുന്നറിയിപ്പാണ് നാം കേട്ടത്. വീണ്ടും ഈ ശബ്ദം 52 അധ്യായത്തിലും നമുക്ക് കേൾക്കുവാൻ കഴിയും. 52 അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, സിയോനെ ഉണരുക ഉണരുക, നിൻ്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരുശലേമേ, നിൻ്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. സിയോനെ എന്ന് ദൈവം പറയുമ്പോൾ ദൈവം സിയോനെക്കുറിച്ച് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അല്ലാതെ നമ്മുടെ ചെന്നൈയെന്നോ തിരുവനന്തപുരമെന്നോ തിരുവല്ല എന്നോ അല്ല അർത്ഥമാക്കുന്നത്. ഇസ്രായേൽ ദേശത്തുള്ള സിയോൻ പ്രദേശത്തെ തന്നെ ദൈവം ഉദ്ദേശിക്കുന്നു. യെരുശലേം പട്ടണത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് സിയോൻ. അത് ദാവീദിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. യെരുശലേമിൽ അനുഗ്രഹം വരുവാൻ പോകുന്നു. അത് മനോഹരവും ആകർഷണീയവുമായ സ്ഥലമായി തീരും.
ഇന്ന് ആ നഗരം അത്ര മനോഹരമല്ലെങ്കിലും ഒരിക്കൽ മനോഹരമായി തീരും എന്ന് ദൈവം വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഫലമായി അത് വളരെ മനോഹരമുള്ളതായി തീരും. ക്രിസ്തു ഈ ഭൗതിക ലോകത്തെയും വീണ്ടെടുക്കുമെന്ന കാര്യം ശ്രദ്ധിക്കുക. ഇന്ന് ഈ ഭൂമിയിൽ ഞരങ്ങുകയും നെടുവീർപ്പിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെല്ലാം. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലം ലോകം മുഴുവൻ മനോഹരമായി തീരും. അവൻ നമ്മുടെ ശരീരങ്ങളെ വീണ്ടെടുക്കും. നമുക്ക് പുതിയ ശരീരങ്ങൾ ലഭിക്കും. അത് സംഭവിക്കുമ്പോൾ സൃഷ്ടി മുഴുവൻ വീണ്ടെടുക്കപ്പെടും. സകലത്തിൻ്റെയും വീണ്ടെടുപ്പാണ് ക്രിസ്തുവിൽ കൂടെയുള്ളത്. ഈ വിധത്തിലുള്ള വീണ്ടെടുപ്പാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ ഉദാഹരണമായി ദൈവം അനുവദിച്ചു കൊടുത്തത്. ഇനി 2-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. പൊടി കുടഞ്ഞു കളക, യെരുശലേമേ എഴുന്നേറ്റിരിക്ക, ബദ്ധയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. ഇന്ന് യെരുശലേമിലെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം തന്നെ വിവിധ സഭാവിഭാഗങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും ആരാധനാ സ്ഥലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള മതബന്ധങ്ങൾ വാസ്തവത്തിൽ ബന്ധനങ്ങളാണ്. അത് അഴിയേണ്ടിയിരിക്കുന്നു. പാപത്തിൻ്റെയും സാംസ്കാരിക അധപ്പതനത്തിൻ്റെയും ബന്ധനങ്ങൾ യെരുശലേമിൽ നിന്ന് അഴിഞ്ഞു മാറേണ്ടിയിരിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ഈ ബന്ധനങ്ങളെല്ലാം അഴിയും. അടിമച്ചങ്ങല യെരുശലേമിൽ നിന്ന് നീങ്ങുന്ന സമയം വരുവാൻ പോകുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. 3-ാം വാക്യം നോക്കിക്കാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. തൻ്റെ വിശുദ്ധ നഗരം പിടിച്ചെടുത്തവരിൽ നിന്നും ദൈവത്തിന് യാതൊന്നും ലഭിച്ചില്ല. ദൈവവും അതിനെ വീണ്ടെടുക്കുവാൻ യാതൊന്നും പകരം കൊടുക്കില്ല. അവൻ അവരുടെ കൈകളിൽ നിന്നും അതിനെ എടുത്ത് വീണ്ടും അതിനെ യഥാസ്ഥാനപ്പെടുത്തും എന്ന് ചുരുക്കം. 4-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു. അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു. യാക്കോബ് ക്ഷണമനുസരിച്ചാണ് മിസ്രൈമിലേക്ക് പോയത്. അവൻ്റെ മകൻ യോസഫ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഫറവോൻ്റെ കയ്യിൽ നിന്ന് അനുമതിയും വാങ്ങി യാക്കോബിനെയും വീട്ടിലുള്ള മറ്റുള്ളവരെയും മിസ്രൈമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അവൻ്റെ മക്കൾ അവിടെ അടിമകളായിത്തീരുകയാണ് ചെയ്തത്. ഇനിയും അശൂര്യരും മറ്റുള്ളവരും ഈ പറഞ്ഞ ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചു. അവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ചു. ലോകത്തിൽ ഇത്രയധികം അടിമവേല ചെയ്തിട്ടുള്ള മനുഷ്യർ വേറെ ആരാണുള്ളത്? ഈ വർഗം മാത്രമാണ്. എന്നാൽ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുമ്പോൾ അതെല്ലാം അവസാനിക്കും. 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇപ്പോഴോ എൻ്റെ ജനത്തെ വെറുതെ പിടിച്ചുകൊണ്ടുപോയിരിക്കൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എൻ്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു എന്നും യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അന്ന് അറിയും. തൻ്റെ ജനം ത്യജിക്കപ്പെട്ട നാളുകളിൽ ദൈവത്തിന് പ്രത്യേകിച്ച് ലാഭമൊന്നും തന്നെ ഉണ്ടായില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ അവർ അവനെ അറിഞ്ഞില്ല. അവൻ്റെ സന്ദർശന ദിവസം അവർ അറിഞ്ഞിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്ന് നാം വായിക്കുന്നു. അതെ, അവൻ വീണ്ടും വരുമ്പോൾ അവർ അവനെ അറിയും. അവൻ പറയും, ഞാൻ തന്നെയാകുന്നു എന്നും, അഥവാ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്നും അവൻ പറയും. ലോകം കർത്താവായ യേശുക്രിസ്തുവിനെ ത്യജിച്ചു കളഞ്ഞു. ലോകം അവനെ അറിയുന്നില്ല. ക്രിസ്തുവിനെ ത്യജിച്ച ലോകത്തോട് ഒരിക്കൽ അവൻ പറയും, ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന്. അന്ന് അവനെ ത്യജിച്ച ബഹുപുരുഷാരത്തിന് അവങ്കലേക്ക് തിരിയുന്നതിനുള്ള സമയം കഴിഞ്ഞു പോയിരിക്കും. ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് നാം തുടർന്ന് 9-ാം വാക്യം മുതൽ കാണുന്നു. 9-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യെരുശലേമിൻ്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടി ആർത്തുകൊള്ളുവീൻ. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. ഇന്ന് യെരുശലേമിൽ സന്തോഷത്തിൻ്റെ ഗാനം നഷ്ടമായിരിക്കുന്നു. അവിടുത്തെ ക്രിസ്തീയ സഭകളുടെ കാര്യത്തിലും ഇത് വാസ്തവമാണ്. എന്നാൽ
1000 ആണ്ട് വാഴ്ചയിൽ അവർ ആർത്തു സന്തോഷിക്കും. അവർ ഒരുമിച്ച് സന്തോഷത്തിൻ്റെ പാട്ടുപാടും. അത് വലിയ ആനന്ദത്തിൻ്റെ സമയമായിരിക്കും. ഇന്നും ദൈവമക്കൾ വിഷാദിച്ച് മ്ലാനമുഖത്തോടുകൂടി കുറ്റവും പരാതിയുമൊക്കെ പറഞ്ഞ് നടക്കണമെന്ന് ദൈവം ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. നാം സന്തോഷമുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം സുപരിചിതമാണല്ലോ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത് കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു എന്നത്രേ. ഇനിയും പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഭയങ്കരമായ പ്രതിസന്ധിയുടെ മധ്യത്തിലായിരുന്ന ജനത്തിന് വിശുദ്ധ പത്രോസ് എഴുതുമ്പോൾ അവരുടെ സന്തോഷത്തെ വർണ്ണിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അവൻ പറയാണ്, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. ദൈവമക്കൾ ഒരിക്കലും ആകുലചിത്തരോ അസന്തുഷ്ടരോ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണത്. വേറൊരു കാര്യം നാം വായിച്ചു, നിൻ്റെ രാജ്യം വരണമേ എന്ന് 9-ാം വാക്യത്തിൽ നാം വായിച്ചു. ഇത് കർത്താവ് പഠിപ്പിച്ച, തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലോ. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരമാണ് 1000 ആണ്ട് വാഴ്ചയുടെ സമയം. ദുഃഖവും കണ്ണുനീരും നീങ്ങിപ്പോകും. ഭൂമിയിൽ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. അതിനു പകരം സന്തോഷമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കഷ്ടതയിൽ കൂടി മഹത്വത്തിലേക്ക്. തുടർന്ന് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളും ക്രൂശു മരണവുമാകുന്നു നാം കാണുവാൻ പോകുന്നത്. യെശയ്യാപ്രവചനം 52-ാം അധ്യായം 13-ാം വാക്യം മുതൽ 53-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെ എൻ്റെ ദാസൻ അഥവാ മശിഹായെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. യഹോവയുടെ ദാസൻ എന്ന് മശിഹായെ സംബോധന ചെയ്യുന്ന യെശയ്യാവിലെ 4-ാം അധ്യായമാകുന്നു ഈ 52-ഉം 53-ഉം അധ്യായങ്ങൾ. മറ്റധ്യായങ്ങൾ 42-ാം അധ്യായവും 49-ാം അധ്യായവും 50-ാം അധ്യായവുമാണ്. ഈ ഭാഗത്ത് യഹോവയുടെ ദാസൻ അഥവാ മശിഹ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നില്ല. എന്നാൽ ഇത് മുഴുവനും അവനെക്കുറിച്ചാണ്. മശിഹായെ സംബന്ധിക്കുന്ന ഈ പ്രവചനം 5 ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഓരോന്നും 3 വാക്യങ്ങളുള്ള ഭാഗങ്ങളാകുന്നു. മുൻപോട്ട് പോകുന്തോറും അത് അത്യഗാധവും ഘനമുള്ളതും ദീർഘമായതുമായി മാറുന്നു. മശിഹായുടെ ആഗമനത്തെക്കുറിച്ച് പറയുന്ന അതിശക്തമായ പ്രസ്താവനകൾ. ഈ വചനത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു സംഗതിയുമുണ്ട്. ഇത് ഏറെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗമാകുന്നു. അന്ധകാരം നിറഞ്ഞ വിങ്ങലുകളുടെയും തേങ്ങലുകളുടെയും പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രകാശം കൂടിക്കൂടി വരുന്നതായി കാണാവുന്നതാണ്. യെശയ്യാപ്രവചനം 52-ന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് നമ്മെ മശിഹായെ പരിചയപ്പെടുത്തുന്നതായിട്ടാണ്. അതെ, രാജാവായ യേശുക്രിസ്തുവിനെ അവൻ്റെ ദൗത്യത്തിൽ പരിചയപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് സംക്ഷേപിച്ചിരിക്കുകയാകുന്നു 52-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ. അത് മൊത്തം മശിഹായെക്കുറിച്ച് പറയുന്നതാണ്. അവിടുന്ന് കഷ്ടത അനുഭവിക്കുമെന്നും അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടുന്ന് ഉയർത്തപ്പെടും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മഹത്വപ്പെടലിന് മുൻപ് അവൻ്റെ കഷ്ടത ഉണ്ടാകും എന്ന് യഹൂദജനം അതറിയേണ്ടതായിരുന്നു. തുടർന്ന് 53-ാം അധ്യായത്തിൽ അവൻ്റെ കഷ്ടപ്പാടും മഹത്വപ്പെടലും വിശദമായി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സമയം വരെ യഹൂദന്മാരും ഈ ഭാഗം മശിഹായെക്കുറിച്ച് പറയുന്നു എന്ന് വ്യാഖ്യാനിച്ചിരുന്നു. മശിഹായുടെ അമ്പരിപ്പിക്കുന്ന
ആ മരണത്തെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് കാണുന്നതാണ് 53-ാം അധ്യായം. നിന്ദിക്കപ്പെട്ടവനായി, ത്യജിക്കപ്പെട്ടവനായി, കഷ്ടത അനുഭവിക്കുന്നവനായി, രോഗം ശീലിച്ചവനായി, നിസ്സാരനായി, അടിക്കപ്പെട്ടവനായി, മുറിവേറ്റവനായി, തകർക്കപ്പെട്ടവനായി, മർദ്ദനമേറ്റവനായി, പീഡനം സഹിക്കുന്നവനായി, അറുക്കപ്പെട്ട് മരിച്ച മശിഹായുടെ അവസ്ഥ. എന്നാൽ 53-ാം അധ്യായത്തിൽ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതും വിജയാളിയായി മടങ്ങി വരുന്നതും പറഞ്ഞിരിക്കുന്നു. യെശയ്യാപ്രവാചകൻ വരച്ച് കാണിക്കുന്ന മശിഹ ക്രൂശുമരണം വരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും മഹത്വപ്പെടുമെന്നും യഹൂദന്മാർ അറിഞ്ഞിരുന്നിരിക്കും. ആദ്യം കഷ്ടതയും പിന്നെ തേജസ്സും. 52-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെ നാം കാണുന്നത് അത്ഭുത അടിമയെക്കുറിച്ചാണ്. ഞാൻ ഉദ്ദേശിച്ചത് അടിമ എത്രമാത്രം അമ്പരിപ്പിക്കുന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. മശിഹായെ സംബന്ധിക്കുന്ന സകലവും അമ്പരപ്പിക്കുന്നതാണ് എന്ന് ഈ ഭാഗത്തെ ഭാഷ വ്യക്തമാക്കുന്നു. 13-ാം വാക്യത്തിൽ സൂക്ഷിച്ചു നോക്കുവിനെന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. 14-ാം വാക്യം സ്തംഭിച്ചു പോയി എന്ന് പറയുന്നു. 15-ാം വാക്യം കുതിച്ച് ചാടുമാറാക്കും അല്ലെങ്കിൽ അമ്പരിപ്പിക്കും എന്ന അർത്ഥമാണ് അവിടെയുമുള്ളത്. അതായത് രാജാക്കന്മാർ വായ് പൊത്തി നിൽക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് മശിഹായുടെ അമ്പരപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന ഒരു ചിത്രമാകുന്നു എന്നാണ് അർത്ഥം. 13-ാം വാക്യം നാം നോക്കുമ്പോൾ ആശ്ചര്യജനകമായ ഒരു വെളിപ്പാടാകുന്നു നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. നാം അവിടെ വായിക്കുന്ന എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവന് ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. യെശയ്യാപ്രവചനത്തിൽ 4-ാമത്തെ പ്രാവശ്യം മശിഹായെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് യഹോവയുടെ ദാസൻ എന്ന് പറഞ്ഞാണ്. എൻ്റെ ദാസൻ, അതിൻ്റെ അർത്ഥം അടിമ എന്നാണ്. തൻ്റെ യജമാനനോടുള്ള അനുസരണത്താൽ കഠിനാധ്വാനം ചെയ്യുന്നവൻ, തൻ്റെ സ്വന്തമായി യാതൊരു ഇഷ്ടവുമില്ലാത്തവൻ, തൻ്റെ യജമാനൻ്റെ ഇഷ്ടം മാത്രം, അതെ, അവനെ പ്രസാദിപ്പിക്കുവാൻ മാത്രം ജീവിക്കുന്ന ഒരടിമ. മശിഹായെ ദൈവം തൻ്റെ അടിമയായി, അനുസരണമുള്ള, കീഴ്പ്പെട്ട് ജീവിക്കുന്ന ദാസനായി കാണിച്ചു തന്നിരിക്കുന്നു. യഹോവയുടെ ഇഷ്ടം ചെയ്യുവാൻ വന്ന യഹോവയുടെ ദാസൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനാകുവാൻ തക്കവണ്ണം അവൻ്റെ പ്രവർത്തനം വളരും. അവനാണ് ആ ഇസ്രായേല്യൻ. ഒടുവിൽ അവൻ അക്ഷരാർത്ഥത്തിൽ ഭൂലോകത്തെ മുഴുവൻ വായ് പൊത്തി നിൽക്കുമാറാക്കും എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഇസ്രായേൽ ജാതിയിൽ ദൈവം നിരാശിതനാണ്. എന്നാൽ ഇതാ യഹോവയുടെ യഥാർത്ഥ ദാസൻ, യഥാർത്ഥ ഇസ്രായേല്യൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും, അവരുടെ പ്രതിസന്ധികളിൽ നിന്നും, കഷ്ടങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും വീണ്ടെടുക്കുവാൻ നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ. പ്രവാചകൻ പറയുന്നു അവൻ കൃതാർത്ഥനാകുമെന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൽ അവൻ വിജയിക്കും എന്നാണ്. അവൻ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ കൃത്യമായി ചെയ്യും. അവൻ്റെ വിജയത്തിൻ്റെ അടയാളവും 13-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. തൻ്റെ ദൗത്യത്തിൽ അവൻ കൃതാർത്ഥനാകുന്നതിനാൽ ദൈവം അവനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കും. അവനെ സ്വർഗത്തിലേക്ക് ഉയർത്തും. അവിടെ അവനെ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരുത്തും. സകല നാമത്തിനും മേലായ നാമം ദൈവം അവന് നൽകും. അവൻ്റെ നാമത്തിങ്കിൽ എല്ലാ മുട്ടും മടങ്ങും. പ്രപഞ്ചത്തിലെ സകലത്തെയും ഭരിക്കുവാൻ ദൈവം അവനെ ഏൽപ്പിക്കും. ഇതത്രേ മശിഹായുടെ അമ്പരപ്പിക്കുന്ന പ്രത്യക്ഷത. ഇനി 14-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ്റെ അമ്പരപ്പിക്കുന്ന മാനഹാനി കാണുന്നു, അതിശയിപ്പിക്കുന്ന മാനഹാനി. 13-ാം വാക്യത്തിലെ ആശ്ചര്യജനകമായ വാക്കുകൾ 14-ാം വാക്യത്തിലെ വാക്കുകളാൽ മാഞ്ഞു പോയതുപോലെ തോന്നുന്നില്ലേ? അവിടെ നാം വായിക്കുന്നത് അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുന്നു. ഇനിയും 15-ാം വാക്യം വായിക്കുമ്പോൾ രാജാക്കന്മാർ അവൻ്റെ മഹത്വം കണ്ടു വായ് പൊത്തി നിൽക്കും എന്ന് പറയുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വിചിത്രമായ എന്തൊക്കെയോ സംഭവിക്കുന്നു.
യഹോവയുടെ ജനത്തെ മോചിപ്പിക്കുന്നതിൽ തൻ്റെ ദാസൻ കൃതാർത്ഥനാകുമെന്ന വാഗ്ദത്തത്തിൽ ഈ പറഞ്ഞ മാനഹാനിയും ഉൾപ്പെടുന്നു. അവൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്തെ കുറിക്കുന്നതാണ്. അവൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തെ കുറിക്കുന്നതാണ്. ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനുഷ്യജാതിയുടെ കൂട്ടത്തിൽ എണ്ണുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവനെ ആക്കിത്തീർത്തു. ഒരു മനുഷ്യനായി തോന്നാത്ത വിധം വിരൂപമാക്കപ്പെട്ട, വികൃതമാക്കപ്പെട്ട അവസ്ഥ. ഇത് വായിച്ചിട്ട് ചിലർ ചിന്തിച്ചു വരുവാൻ പോകുന്ന മശിഹ വിരൂപനായിരിക്കും എന്ന്, ആകർഷണമില്ലാത്തവനായിരിക്കും എന്ന്. അതല്ല ഇവിടുത്തെ അർത്ഥം. മശിഹ ദൈവം മനുഷ്യനായി തീർന്നവനാണ്. പാപമില്ലാത്ത യഥാർത്ഥ മനുഷ്യനാണ് മശിഹ. ആയതിനാൽ സകല വിധത്തിലും അവൻ മനോഹര രൂപിയായിരുന്നു. ഈ ഭൂമുഖത്തിന്നോളം ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. സകല വിധത്തിലും കോമളൻ. ഇവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ്. നാം 22-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിനകത്ത് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയി, എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുപിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അവർ അവൻ്റെ മുഖത്തെ രോമം പിഴും എന്ന് പറഞ്ഞു. അവൻ്റെ മുഖത്തവർ തുപ്പുമെന്നും വായിക്കുന്നു. തൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയത്ത് കർത്താവിന് സംഭവിച്ചത് നമുക്കറിയാം. അവനെ ചാട്ടവാർ കൊണ്ട് തല്ലിച്ചതച്ചു. അവൻ്റെ ശരീരം മുഴുവനും കീറി മുറിഞ്ഞ് രക്തം വാർന്നൊഴുകി മരണത്തിൻ്റെ വക്കുവരെ അവനെത്തി. 3 ഇഞ്ച് വരെ നീളമുണ്ടായിരുന്ന മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം അവൻ്റെ തലയിൽ വെച്ച് അത് ആഞ്ഞടിച്ചിറക്കി. രക്തം അവൻ്റെ മുഖത്തുകൂടി ഒഴുകി. അവൻ്റെ ക്രൂശീകരണത്തിന് മുൻപുള്ള രാത്രികളിൽ അവൻ കടന്നുപോയ ഉറക്കമില്ലായ്മയും ക്ഷീണവും നാം വായിക്കുന്നുണ്ട്. അവൻ്റെ മുഖത്തടിച്ചതിനേക്കാളും മുഷ്ടി ചുരുട്ടി ഇടിച്ചതിനെക്കുറിച്ച് നാം ബൈബിളിൽ വായിക്കുന്നു. അവനെ കാർക്കിച്ച് തുപ്പി. വിശുദ്ധനായവൻ്റെ മുഖം മുഴുവൻ അവർ അടിച്ച് വികൃതമാക്കി. രക്തത്തിൽ കുളിച്ച് ശരീരം മുഴുവൻ ഉഴവുചാലുകൾ പോലെ കീറി തൻ്റെ ശരീരത്തിൻ്റെ ഭാരത്താൽ അസ്ഥികൾക്കെല്ലാം സ്ഥാനഭ്രംശം വന്ന ഒരുവനെ ആരാകുന്നു എന്ന് തിരിച്ചറിയുവാൻ പ്രയാസമായിരുന്നു. പ്രവാചകൻ പറയുന്ന അവനെ കണ്ടവർ സ്തംഭിച്ചുപോയി എന്ന്. ഇത് അധിക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ പുച്ഛത്തിൻ്റെ സ്തംഭനം ആയിരുന്നു. അവരുടെ മശിഹ ആകുവാൻ സാധ്യമല്ലായിരുന്നു അവൻ എന്നവർ കരുതി. അവൻ്റെ താഴ്ച സംഭവിച്ച ആ അവസ്ഥയെ ദർശിച്ച സാധാരണ മനുഷ്യരുടെ അമ്പരപ്പായിരുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവൻ അറുപ്പുളവാക്കുന്ന ഒരു വസ്തു മാത്രമായിരുന്നു. ആ രൂപത്തിൻ്റെ 7 അയൽപക്കത്ത് പോലും അവരുടെ മശിഹായെ, അവരുടെ രാജാവിനെ അവർക്ക് ഊഹിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവൻ്റെ താഴ്ച ഒരു മനുഷ്യൻ ഊഹിക്കാവുന്നതിലേക്കും നികൃഷ്ടവും ഭയാനകവുമായിരുന്നു. എന്നാൽ അവൻ്റെ ഉയർത്തപ്പെടലും അപ്രകാരമായിരുന്നു. പലരും ഇസ്രായേലിൽ അത് കണ്ടു. എന്നാൽ അവൻ്റെ ഉയർത്തപ്പെടൽ സകലരും കാണും. നാം അവൻ്റെ അമ്പരപ്പിക്കുന്ന ഒരു വെളിപ്പാടിൽ നിന്നും സ്തംഭിപ്പിക്കുന്ന ഒരു മാനഭംഗപ്പെടുത്തലിലേക്കും ഒടുവിലായി ആശ്ചര്യജനകമായ ഒരു മഹത്വത്തിലേക്കും എത്തുന്നതായി ഈ ഭാഗത്ത് കാണാവുന്നതാണ്. 15-ാം വാക്യം അവിടെ നാം വായിക്കുന്ന, അവന് പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും, രാജാക്കന്മാർ അവനെ കണ്ട് വായ് പൊത്തി നിൽക്കും, അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. അടുത്ത ഒരു ഞെട്ടലോടെ രംഗം മാറുന്നു. ഇസ്രായേലിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരായ യഹൂദന്മാരാണ് അന്ന് അവൻ്റെ വിരൂപമാക്കപ്പെട്ട മുഖവും ശരീരവും കണ്ട് സ്തംഭിച്ചു പോയത്. എന്നാൽ ഇതാ പെട്ടെന്ന് ഈ പറയുന്ന ഞെട്ടൽ രാഷ്ട്രങ്ങൾക്കും രാജാക്കന്മാർക്കുമായി മാറുന്നു. ആ ഞെട്ടലിൽ അവർ വായ് പൊത്തി നിൽക്കും. പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും എന്നത് ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം മശിഹായുടെ താഴ്ത്തപ്പെടലിൽ
അഥവാ വിരൂപമാക്കപ്പെടലിൽ, മരണത്തിൽ അവൻ ജാതികൾക്ക് ശുദ്ധീകരണം നൽകുന്നതിനാൽ അവർ കുതിച്ചു ചാടും എന്നത്രേ. എപ്പോഴാണ് കുതിച്ചു ചാടുന്നത്? അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ. അതേക്കുറിച്ച് ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിൽ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ദാനിയേലും അതേക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഭൂമിയിലേക്ക് വരും. അവൻ അക്ഷരാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കും. സകല ഭരണകർത്താക്കളെയും അവൻ മാറ്റും. 2-ാം സങ്കീർത്തനത്തിൽ നാം അതത്രേ വായിക്കുന്നത്. ദൈവം തൻ്റെ രാജാവിനെ അഥവാ മശിഹായെ ഭൂമിയുടെ ഭരണമേൽപ്പിക്കുമ്പോൾ അതവൻ്റെ മഹത്വമുള്ള സ്ഥാനാരോഹണമായി ലോകം മുഴുവൻ അംഗീകരിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. അതേ സുഹൃത്തെ, ഇത് സത്യമാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം. ഈ രക്ഷകനെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിലൂടെ മാനവജാതിക്ക് ദൈവം സാധ്യമാക്കിയ രക്ഷ പ്രസിദ്ധമാക്കുവാനുള്ള ദൈവത്തിൻ്റെ വഴിയാകുന്നു സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു ആകുന്നു ബൈബിളിൻ്റെ സുവിശേഷം. സുവിശേഷം അറിയിക്കുന്നതിൽ വളരെയധികം കഷ്ടം സഹിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ്. തൻ്റെ പ്രയത്നം വൃഥാവല്ലെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയിരിക്കുന്നത്, അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു എന്നാകുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല എന്ന് താൻ പറയുന്നു. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് തിരുവെഴുത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.